ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് ന്യൂ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പല കുട്ടികളും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ അലോട്ടഡ് ലിസ്റ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് പറഞ്ഞ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടുള്ള കോളേജസ് ആൻഡ് കോഴ്സസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ഏതൊക്കെ ഇഷ്ടപ്പെട്ട കോളേജസ്, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണോ ഓപ്ഷൻസ് വെച്ചിട്ടുള്ളത്, ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനുമാണ് ഇനി സാധിക്കുന്നത്. അല്ലാതെ പുതിയ കോളേജ് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് കഴിഞ്ഞ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീഅറേഞ്ച്മെൻറ്റ് ആൻഡ് റിമൂവ് ആണ്. ഇവിടെ എടുത്തിരിക്കുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇവരിനി ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് വരുന്നതായിരിക്കും. ഇത് ഇപ്പോഴല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് വരുന്നതൊക്കെയും. ഇപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി അഡ്മിഷൻ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. നിങ്ങളിപ്പോൾ വെച്ചിട്ടുള്ള കുട്ടികൾക്ക് ട്രയലിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്ലോമ ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് പലർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാതിരിക്കുന്ന ചാൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി മാറുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രയലിൽ വന്നത് ചിലപ്പോൾ ഫസ്റ്റിൽ വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാത്ത കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ട്രയലിൽ കിട്ടിയ സെയിം കോളേജ് പിന്നെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ചാൻസുകൾ മാറാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പിന്നീട് കിട്ടില്ല എന്നുള്ളതല്ല. ഓരോ കോഴ്സസിനും എത്രത്തോളം സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ 199 പോയിൻറ്റ് സംതിങ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ SC കാറ്റഗറിക്കായാലും 155 പോയിൻറ്റ് സംതിങ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ, ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് വന്നിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കൂടി പറയുക. കാരണം ബാക്കി അലോട്ട്മെൻറ്റിൽ വരാത്ത കുട്ടികൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേട്ടോ. ട്രയലിൽ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ ഡിപ്ലോമയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഒരുപാട് കുട്ടികൾ LBSലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് BSc നഴ്സിംഗ് ആൻഡ് ഡിഗ്രി പാരാമെഡിക്കൽ. ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് LBSൽ കിട്ടിയിട്ടുള്ള ഈ കുട്ടികളൊന്നും തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കാതെ വരുമ്പോൾ പിന്നെയും വാക്കൻസി വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കിനി ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്ന കുട്ടികൾക്കും വരാത്ത കുട്ടികൾക്കും തന്നെ ഓപ്ഷൻസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് റീഅറേഞ്ച്മെൻറ്റ്, നിങ്ങൾ ഓൾറെഡി വെച്ചിട്ടുള്ള ഓപ്ഷൻസ്, ഒന്നാമത് വെച്ചിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമതാക്കാം, രണ്ടാമത് വെച്ചിട്ടുള്ളത് മൂന്നാമതാക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓപ്ഷൻസിനെ പ്രയോറിറ്റി ചെയ്ത് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്കൊരു ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 21-ാം തീയതി വരെയാണ്. ഒക്ടോബർ 22-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഉടനടി ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.